Hello my dear aspirants, welcome to today's class. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ക്രൈം, അതായത് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓൾഡ് IPC, അതായത് ഇപ്പോഴത്തെ നമ്മുടെ BNSൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൺസെപ്റ്റ് ഓഫ് ക്രൈം. ദ ലോ ഓഫ് ക്രൈം ഈസ് ആസ് ഓൾഡ് ആസ് ദ സിവിലൈസേഷൻ ഇറ്റ്സെൽഫ്. സിവിലൈസേഷനോളം തന്നെ പഴക്കമുണ്ട് നമ്മുടെ ക്രിമിനൽ നിയമങ്ങൾക്കും. ഇപ്പം നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമ്മൾ ക്രൈം അല്ലെങ്കിൽ കുറ്റവാളികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സൊസൈറ്റി കാണുന്നത് എങ്ങനെയാണ്? വളരെ ദേഷ്യത്തോടുകൂടി, ഹേറ്ററോടുകൂടിയാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു സ്റ്റഡി ഓഫ് ക്രൈം, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറ്റങ്ങൾ ഉണ്ടാകുന്നു, കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുന്നു, അത് കൂടുന്നു, അതിനെ കുറയ്ക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം ജൂറിസ്റ്റുകൾക്ക് എന്നും വളരെ താല്പര്യമുള്ളൊരു സംഗതിയാണ്. The crime and the criminal in every society are viewed with great hatred. But the study of crime and the discovery of their cause have remained the greatest attraction among the jurists of the jurisprudence. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്കിടയിൽ ക്രിമിനൽ ടെൻഡൻസീസ് കൂടുമ്പോൾ അത് കുറയ്ക്കാനുള്ള വഴികളും മറ്റ് മെത്തേഡുകളും കണ്ടുപിടിക്കേണ്ടത് എന്നും ആ സൊസൈറ്റിയുടെ അത്യാവശ്യ ഘടകങ്ങളിലൊന്നാണ്. The problem arises as to what actually should be forbidden or what act should be selected for the punishment by the society or the act. എപ്പോഴും ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഏതൊക്കെ ആക്റ്റുകളെയാണ് ഫോർബിഡൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രവർത്തികൾക്കാണ് അവിടെ ശിക്ഷ നൽകേണ്ടത് എന്നുള്ള ചോദ്യം ഒരു സൊസൈറ്റിയുടെയും സ്റ്റേറ്റിൻ്റെയും മുൻപിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആസ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്. But still, the concept of crime has always been dependent on public opinion. ഈ കൺസെപ്റ്റ്, ഈ കുറ്റകൃത്യം എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് എപ്പോഴും പബ്ലിക് ഒപ്പീനിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഒരു സൊസൈറ്റി, അവിടുത്തെ ആ സമയം അല്ലെങ്കിൽ കൾച്ചറുകൾ, ഇതൊക്കെ ഈ ഒരു ക്രൈമിനെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ഓക്കെ, നമുക്കിനി വാട്ട് ഈസ് ക്രൈം എന്ന് നോക്കാം. ക്രൈം എന്ന് പറയുമ്പോൾ ഇതിനൊരു സോൾവ് പ്രൂഫ് ആയിട്ടൊരു ഡെഫിനിഷൻ ഒന്നും ഇല്ല, എങ്കിൽ കൂടി നമുക്ക് ക്രൈം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. സോ ക്രൈം ഈസ് ഫണ്ടമെന്റലി ഡിഫൈൻഡ് ആസ് എൻ ആക്ട് ഓർ ഒമിഷൻ ദാറ്റ് വയലേറ്റ്സ് എ പബ്ലിക് ലോ ആൻഡ് ഇസ് പണിഷബിൾ ബൈ ദ സ്റ്റേറ്റ്. ഒരു പൊതു നിയമത്തിൻ്റെ ലംഘനം, അതും സ്റ്റേറ്റ് ശിക്ഷാർഹമാണ് ഇന്നൊരു പ്രവൃത്തി അല്ല വീഴ്ച എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും എന്താണ്? കുറ്റകൃത്യം തന്നെയാണ്. ദ കൺസെപ്റ്റ് ഇസ് ഡൈനാമിക്. ഈ ഒരു കൺസെപ്റ്റിന് ഏറ്റക്കുറച്ചുകളുണ്ടാകാം, മാറ്റങ്ങളുണ്ടാകാം. അതായത് സമയം, കൾച്ചറുകൾ, ലീഗൽ സിസ്റ്റം, ഇതൊക്കെ എന്താണ്? കുറ്റകൃത്യം എന്ന് പറയുന്ന ഡെഫിനിഷൻ്റെ മീനിങ്ങിന് ചേഞ്ചസ് ഉണ്ടാക്കും. ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറിനനുസരിച്ചും കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യയിൽ ഉണ്ടാകുന്ന നിയമങ്ങളാകണം എന്നില്ല. സപ്പോസ് ഇപ്പം ആഫ്രിക്കയിലോ അമേരിക്കയിലോ ഉള്ള നിയമങ്ങൾ, അവരുടെ കൾച്ചർ അല്ലെങ്കിൽ ആ ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് കുറ്റം എന്താണെന്നും കുറ്റകൃത്യം എന്താണെന്നും ഒക്കെ ഡെഫിനിഷനുകളിൽ മാറ്റം സംഭവിക്കാം. സ്റ്റിൽ ഇറ്റ് റിഫ്ലെക്ട് ദ സോഷ്യൽ വാല്യൂ ആൻഡ് പൊളിറ്റിക്കൽ പവർ ഡൈനാമിക്സ്. ഓക്കെ, എ ക്രൈം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കമ്മീഷൻ ഓഫ് ആൻ ആക്ട് ദാറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ ഓർ ആൻ ഒമിഷൻ ഓഫ് ആൻ ആക്ട് ദാറ്റ് ഈസ് ഒബ്ലിഗേറ്റഡ് ബൈ ലോ. ക്രൈം എന്ന് പറഞ്ഞാൽ നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ നിയമപ്രകാരം ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കുകയും അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ എന്ത് സംഭവിക്കുന്നു? ആ വ്യക്തി വീഴ്ച വരുത്തുന്നു. ഐദർ ഇറ്റ് ഇസ് എൻ ആക്ട് ഓർ എൻ ഒമിഷൻ. സോ നമുക്ക് ഒന്നുകൂടെ പോവാം. ഒരു ക്ലിയർ നമ്മുടെ ലോസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡെഫിനിഷൻ എന്ന് കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ മെൻഷൻ ചെയ്യാം. എ ക്രൈം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കമ്മീഷൻ ഓഫ് ആൻ ആക്ട് ദാറ്റ് ഇസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. നിയമം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇന്നൊരു കാര്യം ചെയ്യാൻ ആ ഒരു വ്യക്തി ബാധ്യസ്ഥനാണ് ഒരു നിയമത്തിന്റെ കീഴിൽ, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ പ്രവൃത്തി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നു. ഹി ഹാസ് കമ്മിറ്റഡ് എ ഒമിഷൻ. ക്രൈം ഈസ് കൺസിഡേർഡ് ആസ് എ സോഷ്യൽ റോങ് കമ്മിറ്റഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി സമൂഹത്തിൽ നടത്തുന്ന ഒരു സോഷ്യൽ റോങ്ങിനെയും നമുക്ക് ക്രൈം എന്ന് പറയാം. Criminal law defines acts which are illegal and prohibited by law. ക്രിമിനൽ നടപടിക്രമങ്ങൾ ഏതൊക്കെ ആക്റ്റുകളാണ് ഇല്ലീഗൽ എന്നും അതോടൊപ്പം തന്നെ നിയമവശാൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നു.
Crime threatens and harms public welfare and safety. Whenever a crime happens intentionally, there is a full-fledged process or stages behind to make it happen. അതായത് എപ്പോഴൊക്കെയാണോ മനഃപൂർവ്വമായിട്ടൊരു കുറ്റകൃത്യം നടക്കുന്നത് അതിന് പുറകിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവും. ഈ പ്ലാനിങ്ങിനെ കുറിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. Many attempts have been made to define crime, but they have failed to discover the most scientific definition workable in all cases. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ക്രൈം എന്ന് പറയുന്നതിന് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ തരാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, എല്ലാ കേസുകളിലും ഇത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയത്തക്ക വണ്ണം ക്രൈമിനൊരു ഡെഫിനിഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ മറ്റേ സേതുരാമ CBI സിനിമയിൽ സായികുമാറൊക്കെ പറയുന്ന കണക്ക് സ്വാമി അങ്ങനങ്ങ് പോയാലോ, ആ രീതി പറയുന്നത് പോലെ നമുക്ക് ക്രൈമിൻ്റെ ഡെഫിനിഷൻ ഉണ്ടാക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് ഏകദേശം പറ്റുന്ന രീതിയിലൊരു ഡെഫിനിഷനൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ക്രൈമിൽ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റിക്ക് പ്രിജുഡൈസ് ആകുന്നത് കൊണ്ട് മാത്രം എന്തല്ല അതൊരു കുറ്റമാവില്ല, അല്ലെ കുറ്റകൃത്യം അല്ലെ ക്രൈം ആവത്തില്ല. എങ്ങനെ കൂടി വേണം, സൊസൈറ്റിയിൽ പ്രിജുഡൈസ് ആകുന്ന തരത്തിലുള്ള ഒരു ആക്ട് ആണെങ്കിൽ കൂടി അത് നിയമപരമായി ശിക്ഷാർഹവുമാകണം. എങ്കിലേ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ക്രൈം എന്ന് പറയാൻ പറ്റുള്ളൂ. All act tending to prejudice of the community are not crimes unless they are punishable under the law. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രൈമിന് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ കൊടുക്കുക എന്ന് പറയുന്നത്, ഒരു ഫോർമുലേറ്റ് ചെയ്ത ഒരു പക്ക പ്രൂഫ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ തിയറട്ടിക്കൽ ഇന്റലക്ച്വൽ പ്രോബ്ലം ഓഫ് ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ജൂറിസ്റ്റുകൾ അവർക്ക് കഴിയാമെന്ന വിധം ക്രൈം എന്താണ് എന്ന് തങ്ങളുടേതായ ഓരോ ഡെഫിനിഷൻസ് നൽകിയിട്ടുണ്ട്. നമുക്കതിൽ ചില ജൂറിസ്റ്റുകളുടെ ഡെഫിനിഷൻസ് നോക്കാം. സെവറൽ ജൂറിസ്പ്രുഡൻസ് ഹാഡ് ഗിവൻ ഡെഫിനിഷൻസ് ആൻഡ് സം ഓഫ് ദം ആർ. നമുക്ക് ഫസ്റ്റ് ഓസ്റ്റിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഓസ്റ്റിൻ എന്താണ് ക്രൈമിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ഓസ്റ്റിൻ അല്ലെങ്കിൽ ഓസ്റ്റിൻ ഡിഫൈൻസ് a wrong which is pursued at the discretion of the injured party, thus one, and his representative is a civil injury. A wrong which is pursued by the sovereign or his subordinate is a crime. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നിയെന്ന് വരാം. ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ ഈ ഒരു റോങ്ങിനെ 2 പെർസ്പെക്റ്റീവിൽ ഓസ്റ്റിൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒരു സിവിൽ റെമഡി എന്ന് വേണമെന്നുണ്ടെങ്കിലും കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്താണ് ഈ ഇഞ്ചോർഡ് പാർട്ടിയുടെ കാര്യം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ സപ്പോസ് ഒരു പേഴ്സണ് എന്തെങ്കിലും ഒരു റോങ് സംഭവിക്കുന്നു, മറ്റൊരു വ്യക്തിയുടെ പ്രവൃത്തിയാൽ എന്തെങ്കിലും ഒരു റോങ് സംഭവിക്കുന്നു എന്ന് വെക്കുക. അവിടെ തനിക്ക് അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു ലീഗൽ റെമഡി അല്ലെങ്കിൽ ഡാമേജസിനുണ്ടായ കോമ്പൻസേഷൻ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഡിസ്ക്രിഷൻ ആർക്കുണ്ട്? ആ ഇഞ്ചേർഡ് പാർട്ടിക്കുണ്ട്. എന്നാൽ സെക്കൻഡ് കൈൻഡ് ഓഫ് റോങ് എന്ന് ഓസ്റ്റിൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സപ്പോസ് ഒരു ആക്ട് ചെയ്യുന്നു, ആ ആക്ട് കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നു, ഒരാളുടെ പ്രവൃത്തിയിൽ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ ആ ഇഞ്ചേർഡ് പാർട്ടിയുടെ ഡിസ്ക്രിഷന് പുറമേ, അതായത് അയാളുടെ അനുവാദം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ആ റോങ് ചെയ്ത വ്യക്തിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ആ റോങ് ചെയ്ത വ്യക്തിയെ കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള ഡിസ്ക്രിഷൻ ആരിലാണ് വരുന്നത്? സോവറിൻ അല്ലെങ്കിൽ സ്റ്റേറ്റിലാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഞാനതൊരു എക്സാമ്പിളിൽ കൂടെ പറയാം. ഫസ്റ്റ് ഈ ഇഞ്ചേർഡ് പേഴ്സൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും, സപ്പോസ് ഇപ്പോൾ നമുക്ക് ഒരു ഓക്കെ റാം സാം 2 പേഴ്സൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ റാമിൻ്റെ മതിൽ സാം അങ്ങോട്ട് പൊളിച്ചിടുന്നു. അപ്പോൾ ഈ പൊളിച്ചിടുന്നതോടുകൂടി എന്തു പറ്റി? റാമിന് നഷ്ടമുണ്ടായി മതിൽ പൊളിച്ചിട്ടതിലുള്ള. അപ്പോൾ റാമിന് എന്ത് ചെയ്യാം? സാമിന് എഗൻസ്റ്റ് ആയിട്ട് ലീഗൽ റെമഡി നോക്കാം, കോമ്പൻസേഷൻ ചോദിക്കാം ഈ ഡാമേജ്. ഇത് സോളി എന്താണ്? റാമിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. റാമിന് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് മതിൽ കെട്ടാം, കുഴപ്പമില്ല സാമല്ലേ എന്ന് പറഞ്ഞിട്ട് വിടാം. ഇറ്റ്സ് ഹിസ് ഡിസ്ക്രിപ്ഷൻ. എന്നാലും അതെന്താണ്? സാം ഹാസ് കമ്മിറ്റഡ് എ റോങ് ടു റാം. ഓക്കെ,
ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനുള്ള ഒരു എക്സാമ്പിൾ. അതായത് റോങ് വിച്ച് ഈസ് പെർസ്യൂട്ടഡ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻജോർഡ് പാർട്ടി ഓർ ഹിസ് റെപ്രസെൻറ്റേറ്റീവ് ഇസ് എ സിവിൽ ഇഞ്ചുറി. ഇവിടെ റാമിനോ അല്ലെങ്കിൽ റാമിന് ഇപ്പോൾ 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക, 2 സൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അവർക്കും എന്ത് ചെയ്യാം, ഇതിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. എന്നാൽ ഇവിടുത്തെ ഈ കേസ് വരുന്നത് നമുക്ക് ഇതേ റാമിനെയും സാമിനെയും തന്നെ എടുക്കാം. പക്ഷേ ഇവിടെ എന്താണ്, സാമിനൊരു മകൾ കൂടിയുണ്ടെന്ന് വിചാരിച്ചോ. ഡി, സാം എന്ത് ചെയ്യുന്നു, റാമിൻ്റെ മകളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എക്സെപ്ഷണൽ കാറ്റഗറി പോലെ ഞാൻ പറയുന്നതാണ്. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മുടെ സൊസൈറ്റിയെ പേടിച്ചിട്ട് നമ്മൾ എന്ത് വിചാരിക്കും, പ്രശ്നത്തിനൊന്നും പോകണ്ട, കേസൊന്നും ആക്കണ്ട എന്നുള്ളൊരു നിലപാടെടുക്കും അല്ലേ. അങ്ങനെയുള്ള കേസുകൾ, അതായത് കുറച്ചുകൂടി ഹീനിയസ് ആയിട്ടുള്ള ഒഫൻസുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് അവിടെ ആക്ഷൻ എടുക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ പവർ ആർക്കാ വരുന്നത്, സോവറിൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്. നമ്മുടെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിനോ പോലീസിനോ ഒക്കെയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ രമേശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതിൽ വിക്ടിം ആയിരിക്കുന്ന പേഴ്സൺ വേറെ ആയിരിക്കും, പക്ഷേ കേസ് നടത്തുന്നതും ശിക്ഷ വാങ്ങി കൊടുക്കുന്നതും ഒക്കെ ആരാണ്, സ്റ്റേറ്റ് ആണ്. ആ 2 കൺസെപ്റ്റുകളാണ് ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക്സ്റ്റണിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ക്രൈമിനെ കുറിച്ച് ബ്ലാക്ക്സ്റ്റൺ നൽകിയിട്ടുള്ള ഡെഫിനിഷൻ: ആൻ ആക്ട് കമ്മിറ്റഡ് ഓർ ഒമിറ്റഡ് ഇൻ വയലേഷൻ ഓഫ് പബ്ലിക് ലോ ഈദർ ഫോർബിഡിങ് ഓർ കമാൻഡിങ് ഇറ്റ്. ഒരു പൊതു നിയമം നിരോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കണം കമാൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി, അത് ചെയ്യുകയോ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ അതിനെ നമ്മൾ ക്രൈം എന്ന് പറയും. An act committed or omitted in violation of a public law, either forbidding or commanding it. നിയമം അനുശാസിക്കുന്ന, ഒരു പൊതു നിയമം അനുശാസിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്നും വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ട് അതിന് വയലേഷൻ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ വയലേഷൻ ഓഫ് ദ പബ്ലിക് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഡ്യൂ ടു ദ ഹോൾ കമ്മ്യൂണിറ്റി കൺസിഡേർഡ് ആസ് എ കമ്മ്യൂണിറ്റി ഇൻ ഇറ്റ്സ് സോഷ്യൽ അഗ്രിഗേറ്റ് കപ്പാസിറ്റി. ഒരു ഹോൾ സൊസൈറ്റിയെ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും നിറവേറ്റേണ്ട ചില റൈറ്റ്സ്, കടമകളുണ്ട്, ഡ്യൂട്ടീസ് ഉണ്ടാവും. അതുപോലെ തന്നെ റൈറ്റ്സും ഉണ്ടാവും, കടമകളും ഉണ്ടാവും, റൈറ്റ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പബ്ലിക് റൈറ്റിൻ്റെയും ഡ്യൂട്ടീസിൻ്റെയും വയലേഷനും എന്ത് തന്നെയാണ്, ബ്ലാക്ക്സ്റ്റണിന്റെ കാഴ്ചപ്പാടിൽ ക്രൈം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് സർ ജെയിംസ് സ്റ്റീഫൻ ക്രൈമിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. Sir James Stephen defines crime is an act which is both forbidden by law and revolting the moral sentiments of the society. സർ ജെയിംസിൻ്റെ കാഴ്ചപ്പാടിൽ ക്രൈം എന്ന് പറയുന്നത് നമ്മുടെ നിയമം ഫോർബൈഡ് ചെയ്തിട്ടുള്ള ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ മോറൽ സെൻറ്റിമെൻറ്റ്സിനെ റിവോൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഏതൊരു പ്രവൃത്തിയെയും എന്തായി കണക്കാക്കാം, ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കാമെന്ന് സർ ജെയിംസ് സ്റ്റീഫൻ പറയുന്നു. നെക്സ്റ്റ് കെന്നി. കെന്നിയുടെ ഡെഫിനിഷൻ എന്താ നോക്കാം നമുക്ക്. Kenny defines crime as wrongs whose sanction is punctuative and is in no way remissible by any date person but remissible by Crown alone if remissible at all. കെന്നിൻ്റെ കൺസെപ്റ്റിൽ കുറ്റം എന്ന് പറയുമ്പോഴത്തേക്കും ക്രൈംസ് ആർ റോങ് ഹു സാങ്ഷൻ ഇസ് പഞ്ച്വേറ്റീവ് ആൻഡ് ഇൻ നോ വേ റെമിസബിൾ ബൈ എനി ഡേറ്റ് പേഴ്സൺ. ഒരു ആൾ, ഒരു വ്യക്തി, ഒരു പ്രവൃത്തി, കുറ്റമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, കുറ്റമായിട്ട് തന്നെ കണക്കാക്കൂ. അല്ലാണ്ട് ഇന്നൊരു വ്യക്തി ചെയ്തതുകൊണ്ട് അത് കുറ്റമാവില്ല, അയാളെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം, അങ്ങനെയൊന്നുമില്ല. ഏതൊരു വ്യക്തി തെറ്റായ ഒരു പ്രവൃത്തി, ഒരു കുറ്റം ചെയ്യുന്നു, ഒരു റോങ് നടത്തുന്നു, അയാൾ ചെയ്യുന്ന ആ പ്രവൃത്തി നിയമപ്രകാരം ഫോർബഡനായിട്ടുള്ളതാണ് അല്ലെങ്കിൽ ലംഘനമാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിനെ കുറ്റമായി തന്നെ കണക്കാക്കും. അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിയമം മാറി നിൽക്കില്ല. എങ്കിലും ആർക്കെങ്കിലും അത് മാറ്റാനായിട്ട് അവകാശമുണ്ടെങ്കിൽ ആർക്കായിരിക്കും? ക്രൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് സോവറിൻ. ഇറ്റ്സ് എൻ ഓൾ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ക്രൗൺ വന്നിരിക്കുന്നത്. ആർക്കേ മാറ്റാൻ കഴിയുള്ളൂ? സ്റ്റേറ്റിന് മാത്രമേ അങ്ങനെ ഒരു ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം സപ്പോസ് നമ്മുടെ ഇന്നത്തെ കാലത്തെ നിയമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാപ്പ് നൽകി വിടുക എന്നൊക്കെ പറയില്ലേ, അതിനുള്ള പവർ ആർക്കാണുള്ളത്? സ്റ്റേറ്റിനേ ഉള്ളൂ, ഒരിക്കലും ഇൻഡിവിജ്വൽസിന് ഇല്ല. കൺസെപ്റ്റ് ഓഫ് ക്രൈമിൽ ഇനി the concept of crime can be viewed from several perspectives. ഈ കൺസെപ്റ്റ് ഓഫ് ക്രൈമിനെ നമുക്ക്
പെർസ്പെക്റ്റീവുകൾ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലൂടെ നോക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലീഗൽ പെർസ്പെക്റ്റീവ്, സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്, നാച്ചുറൽ ലോ പെർസ്പെക്റ്റീവ്. നമുക്ക് ആദ്യം എന്താണ് ലീഗൽ പെർസ്പെക്റ്റീവിലൂടെ പോവാം. This is the most popular and concrete view. An action is a crime if it is officially declared as such by the applicable law. ഒരു സ്റ്റേറ്റിൽ നിലവിലുള്ള നിയമപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യുന്നത് കുറ്റമായിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി എന്ത് തന്നെയാണ്? ക്രൈം തന്നെയാണ്. മാത്രമല്ല അത്തരത്തിലുള്ള ആക്ട് എന്താ ചെയ്യപ്പെടും? ക്രിമിനൽ പ്രൊസീഡിങ്സിന് ലയബിൾ ആകുകയും ചെയ്യും. ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്ക് പെനാൽറ്റീസ് കിട്ടാനുള്ള സാധ്യതകളുമുണ്ട്. അതായത് പെനാൽറ്റീസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഫൈൻ ആവാം, ചിലപ്പോൾ ഇംപ്രിസൺമെന്റ് ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്ഷനുകളുമാകാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങളുണ്ടാവും. ഓക്കെ, ആ നിയമങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും ഇന്നത് ചെയ്യാൻ പാടില്ലെന്നും ഇന്ന പ്രവർത്തികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർബഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് ക്രൈമായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് വേണം പ്രവർത്തിക്കാൻ. എന്നാൽ ആ നിയമങ്ങൾക്ക് ഉല്ലംഘനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തു പറ്റും? നമ്മൾക്ക് ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വരും. അതോടൊപ്പം തന്നെ പെനാൽറ്റീസും കിട്ടും. പെനാൽറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ ഇന്ന ഒരു പ്രവൃത്തിക്ക് ആ നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫൈന് മാത്രമായിരിക്കും, ചിലപ്പോൾ ഫൈനും ഇംപ്രിസൺമെന്റും ഒന്നിച്ചായിരിക്കാം, ചിലപ്പോൾ ഇംപ്രിസൺമെന്റും മാത്രമായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് അനുശാസിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു സാങ്ഷൻ ആയിരിക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ പുതിയ BNS ഒക്കെ വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസും നമുക്കൊരു പണിഷ്മെന്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ഇനി നമുക്ക് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിലൂടെ ക്രൈം എന്താണെന്ന് നോക്കാം. ക്രൈം ഈസ് സീൻ ആസ് എ ബിഹേവിയർ ദാറ്റ് വയലേറ്റ് സോഷ്യൽ നോംസ് ആൻഡ് കോസ് ഹാം ടു ദ കമ്മ്യൂണിറ്റി, നോട്ട് ജസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ. സോഷ്യൽ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ ക്രൈം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന ഹാം മാത്രമല്ല, സോഷ്യൽ നോംസിൻ്റെയും സോഷ്യൽ നോംസിന് വയലേഷൻ സംഭവിപ്പിച്ച് കമ്മ്യൂണിറ്റിക്കും ഇൻഡിവിജ്വലിനും ഹാം ഉണ്ടാക്കുന്ന ബിഹേവിയറിനെ ക്രൈം എന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ക്രൈം എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടും നടക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് എഗൻസ്റ്റ് ആയിട്ടും നടക്കാം അല്ലേ? ഈ രണ്ടിതും, അതായത് ഒരു ഇൻഡിവിജ്വലിന് ഒരു ഹാം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സോഷ്യൽ നോംസ് വയലേറ്റ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിക്ക് ഹാം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബിഹേവിയറും എന്ത് തന്നെയാണ്? ക്രൈം തന്നെയാണ്. Societal attitude and public opinion determines what is considered criminal, and this can change over time. സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡും പബ്ലിക് ഒപ്പീനിയനും എപ്പോഴും ക്രൈം എന്താണ്, ക്രിമിനൽ എന്താണ്, ആ ഒരു കൺസെപ്റ്റിന് ഡെഫിനിഷനിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു ഘടകങ്ങളാണ്. അതായത് ഓവർ ടൈം ഇപ്പോൾ ഒരു 1800 അല്ലെങ്കിൽ 1700 കാലഘട്ടങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന പ്രവർത്തികൾ അന്ന് പല കാര്യങ്ങളും കുറ്റമായിരിക്കാം, കുറ്റമല്ലാതിരിക്കാം. അതിപ്പോൾ കാലങ്ങൾ കടന്നുപോയി ഇപ്പോൾ ഈ ഒരു 2025 വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ അന്ന് തെറ്റായിരുന്ന പല കാര്യങ്ങളും ഇന്ന് തെറ്റാവില്ല. അതുപോലെ തന്നെ ഇന്ന് തെറ്റായിട്ടുള്ള പലതും അന്ന് തെറ്റാവണം എന്നില്ല. പണ്ടത്തെ കാലത്ത് സതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു കുറ്റമായിട്ട് കണക്കാക്കിയിരുന്നില്ല, പിന്നീട് അതൊരു കുറ്റമായി എബോളിഷ് ചെയ്തു. അപ്പോൾ കാലത്തിനനുസരിച്ച് ഇതിന് മാറ്റങ്ങളും സംഭവിക്കും. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ഷിഫ്റ്റ് ഇൻ ദ ലീഗൽ സ്റ്റേറ്റസ് ഓഫ് അബോർഷൻ, സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളുടെ ലീഗൽ സ്റ്റേറ്റസിൽ കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതിനൊരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് നാച്ചുറൽ ലോ പെർസ്പെക്റ്റീവ് കൂടി നോക്കാം. This view points that certain actions like murder or theft are inherently wrong or bad in themselves. Balancing. Whether or not they are prohibited by man-made law because they violate fundamental moral and natural order principles. നമ്മൾ ലീഗൽ പെർസ്പെക്റ്റീവ് നോക്കി, സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് നോക്കി. ലീഗൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നിയമം അനുശാസിക്കുന്ന പ്രവർത്തികൾ, ഇന്ന പ്രവൃത്തി ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് നിയമപ്രകാരം പറയുകയും അതിൽ വിട്ടുവീഴ്ചകളോ ലംഘനങ്ങളോ വരുത്തുക അല്ലെങ്കിൽ ചെയ്യരുതെന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുക, ഇതൊക്കെ കുറ്റങ്ങളിലേക്ക് കണക്കാക്കും എന്ന് പറയുന്നു. സോഷ്യൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് സോഷ്യൽ നോംസ് വയലേറ്റ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തിയെയും കുറ്റമായി കണക്കാക്കും
എന്ന് പറയുന്നു. എന്നാൽ നാച്ചുറൽ ലോ പെർസ്പെക്റ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി അത് നിയമപ്രകാരം അനുശാസിച്ചിട്ടുണ്ട്, അത് കുറ്റമാണ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി എന്താണ് നമ്മൾ പറയില്ലേ ജന്മന ഇതിങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ക്രൈമിൻ്റെ കാര്യത്തിൽ നാച്ചുറൽ ലോ പെർസ്പെക്റ്റീവിലും പറയുന്നത്. ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് നിയമപ്രകാരം ഇത് കുറ്റമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി എന്താണ് ആ പ്രവൃത്തിയുടെ നേച്ചർ അനുസരിച്ച് അത് തെറ്റ് അല്ലെങ്കിൽ കുറ്റം തന്നെയാണ്. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിയമപ്രകാരം എഴുതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി കൊലപാതകം എന്ന് പറയുന്നത് ഒരു തെറ്റ് തന്നെയാണ്, ഒരു കുറ്റകൃത്യം തന്നെയാണ്. എന്നാൽ ഇതിന് അവിടെ ചിന്തിക്കുന്ന എന്താണ്, ഇപ്പം നിയമപ്രകാരം പറഞ്ഞിട്ടുണ്ടോ മേർഡർ എന്ന് പറയുന്നത് പണിഷബിൾ ആണെന്ന് എന്നല്ല നാച്ചുറൽ ലോ പെർസ്പെക്റ്റീവ് പറയുന്നത്. ഇന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നിയമപ്രകാരം പറഞ്ഞാലും ശരി മാൻമെയ്ഡ് ലോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി എന്താണ് അത് കുറ്റകൃത്യം തന്നെയാണ്. ബിക്കോസ് ദേ വയലേറ്റ് ദ ഫണ്ടമെൻ്റൽ മോറൽ ഓർ നാച്ചുറൽ ഓർഡർ പ്രിൻസിപ്പിൾസ്. ഈ മാൻമെയ്ഡ് ലോ അതിൻ്റെ പ്രിൻസിപ്പിൾസ് വരുമ്പോഴത്തേക്കും other crimes are bad because prohibited, mala prohibita, such as certain traffic revenue rules. ഇപ്പോൾ മാൻമെയ്ഡ് ലോസിൽ പ്രൊഹിബിറ്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ട്രാഫിക് സിഗ്നൽസ് ഇങ്ങനെ പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ വരുന്നു, നിർത്തേണ്ടടുത്ത് വണ്ടി നിർത്തണം, നിർത്തിയില്ലെങ്കിൽ അതൊരു കുറ്റമാണ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് ലോയിലുള്ള കാര്യമാണ്. അതൊക്കെ നമ്മൾ കാലക്രമേണ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ആദിമകാലത്ത് മനുഷ്യൻ ടയർ കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പേ ഒന്നും കയറിയിട്ട് ട്രാഫിക് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ കാലക്രമേണ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതുപോലെ കൊലപാതകം അല്ലെങ്കിൽ മറ്റു തരത്തിൽ മോഷണം ഇതെന്നൊക്കെ പറയുന്നത് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ശരി എന്താണ് ഇല്ലെങ്കിലും ശരി ആ ഒരു പ്രവൃത്തി തെറ്റ് തന്നെയാണ്. ഓക്കെ, ദാറ്റ് വാസ് ഓൾ വിത്ത് ടുഡേയ്സ് സെഷൻ. താങ്ക് യു.